ഈ പൈറേറ്റഡ് ബുക്ക് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബുക്ക് ഷോപ്പാണ് നടത്തുന്നത്. നമുക്കറിയാം ഒരു ബുക്കിന് ഇത്ര വില ഉണ്ടാവും, അതിൻ്റെ ക്വാളിറ്റി അറിയാം. ഒരു എക്സാമ്പിൾ ഏതെങ്കിലും ഒരു റാൻഡം ബുക്ക്, ഇപ്പോൾ റാം കെയർ ഓഫ് ആനന്ദിയാണ് ഞാൻ പൈറേറ്റഡ് ബുക്കിൻ്റെ ചെയ്തത്. അതിൻ്റെ വില എന്ന് പറയുന്നത് 399 എന്തോ ആണ്, 350 എന്തോ ആണ്. ഇതിന് മീഷോയുടെ റേറ്റ് എന്ന് പറയുന്നത് 80 രൂപയാണ്. ഓക്കെ, 399 രൂപയുള്ള ബുക്കിൻ്റെ മീഷോയുടെ റേറ്റ് 380 രൂപ. അപ്പോൾ കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോൾ കൊള്ളാം. അപ്പോൾ അവർ നമ്മളെ കാണിക്കും, മീഷോയിൽ ഇത്ര റേറ്റേ ഉള്ളൂ, നിങ്ങൾ എന്തിനാണ് ഇത്രയും പൈസയ്ക്ക് ബുക്ക് വെക്കുന്നത്? അപ്പം ശരിയാണല്ലോ, മീഷോയിൽ ഇത്ര റേറ്റേ ഉള്ളൂ, നമുക്കറിയാം പൈറേറ്റഡ് ആണ്. അപ്പോൾ ഞാൻ വാങ്ങി അവരെ ഷോപ്പിൽ വരുന്ന ആൾക്കാരെ കാണിക്കാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ്. റാൻഡമായിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്തു. എനിക്ക് വീഡിയോ വലിയ ക്വാളിറ്റി ഒന്നുമില്ല, വെറുതെ ഓൺ ദ സ്പോട്ട് പറയുന്നു, മുറിക്കുന്നു, എടുക്കുന്നു, കൊടുക്കുന്നു. പക്ഷേ പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ഏകദേശം 2 ലക്ഷത്തോളം ആൾക്കാരെ ഇപ്പം തന്നെ കണ്ടു കഴിഞ്ഞു. ഇത് ഒരുപാട് ആൾക്കാർ ഫേസ് ചെയ്ത പ്രോബ്ലമാണ് ഈ പറ്റിക്കപ്പെടുക. ഇപ്പോൾ ഒറിജിനൽ ബുക്ക് 200 രൂപയാണെങ്കിൽ മറ്റേ ബുക്ക് 50 രൂപയുള്ളൂ. പകുതി പേജ് ഉണ്ടാവില്ല, പ്രിൻറ്റിങ് ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും, ചില പേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ടുണ്ടാവും. ഈ ബുക്ക് കൊണ്ട് ആർക്കൊരു ഗുണമില്ല. ഇത് പ്രിൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതുകൊണ്ട് ഗുണമുള്ളൂ. ഓതേഴ്സിന് ഗുണമില്ല, പബ്ലിക്കേഷന് ഗുണമില്ല, വായനക്കാർക്ക് ഗുണമില്ല. സോ ആ ഒരു സെറ്റപ്പിൽ ഞാൻ എൻ്റെ ഒരു ഷോപ്പിന് വേണ്ടി ചെയ്ത വീഡിയോ ആണ്. പക്ഷേ അത് കുറേ ആൾക്കാർക്ക് ഈ പറഞ്ഞ രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. കുറേ ആൾക്കാർ പറ്റിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പബ്ലിക്കേഷൻസ് നന്നായി സപ്പോർട്ട് ചെയ്തു ആ വീഡിയോ. എല്ലാവരും ഷെയർ ചെയ്തു, ഓൾമോസ്റ്റ് എല്ലാ പബ്ലിക്കേഷനും ഷെയർ ചെയ്തു. നല്ല റെസ്പോൺസുള്ള വീഡിയോ ആയിരുന്നു. നമുക്ക് ഈ വില കുറച്ച് കിട്ടുന്ന ഐറ്റംസ് ബുക്സുകളെല്ലാം ഒരുവിധം പൈറേറ്റഡ് ആണ്. പക്ഷേ പല ആൾക്കാർക്കും അത് അറിയില്ല. ഒറിജിനൽ ബുക്കും പൈറേറ്റഡ് ബുക്കും തമ്മിൽ വ്യത്യാസം ആർക്കും അറിയില്ല.